നമ്മൾ പറമ്പിൽ പുല്ലൊക്കെ നിറഞ്ഞ് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ അത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ടു ഹരീസ് വേൾഡ്. നമുക്ക് ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളെ വേണ്ടു. ഒരു പാക്കറ്റ് കല്ലുപ്പ്, കുറച്ച് സോപ്പും പൊടി, 1 ലിറ്റർ വിനാഗിരി, പിന്നെ 1 ലിറ്റർ വെള്ളം. ആദ്യം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ച് സോപ്പും പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 2-3 സ്പൂൺ സോപ്പും പൊടി മാത്രമേ വേണ്ടൂ. അത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ലിക്വിഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അലുമിനിയം പാത്രങ്ങൾ ഒഴിവാക്കുക. ഒന്നുകിൽ പ്ലാസ്റ്റിക്. ഈ സോപ്പിൻ്റെ വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം അടുത്ത് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ആ ഒരു ഉപ്പ് നന്നായിട്ട് ആ വിനാഗിരിയിൽ ഇളക്കി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച സോപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. സ്പ്രേ ബോട്ടിലേക്ക് ഈ ഒരു മിക്സ് ചെയ്ത വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതാണ് നമ്മുടെ കാടിൽ അടിച്ചു കൊടുക്കുന്നത്, ആ പുല്ലിലേക്കൊക്കെ അടിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലൊരു എഫക്റ്റുള്ളൊരു ലിക്വിഡാണ്. കാരണം നമ്മൾ ഈ ഒരു പുല്ലിൽ അടിച്ചതിന് ശേഷം 2 മണിക്കൂർ കൊണ്ട് തന്നെയുള്ള മാറ്റം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. ഒരു 3-4 ദിവസം കൊണ്ട് നന്നായിട്ട് ഇത് ഉണങ്ങിക്കിട്ടും. നമ്മൾ ആ ലിക്വിഡ് സ്പ്രേ ചെയ്തതിന് ശേഷം 2 മണിക്കൂർ കൊണ്ട് തന്നെ പുല്ല് ഇത്രയും നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡ് നമ്മൾ പറമ്പിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിനും ദോഷം പറ്റില്ല. നമ്മൾ കുറഞ്ഞ ചിലവിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ലിക്വിഡാണിത്. മരുന്ന് വാങ്ങിയിട്ട് പറമ്പിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ലിക്വിഡ് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഒരു ദിവസത്തിന് ശേഷം നമ്മൾ പുല്ല് ഇത്രയും നല്ലോണം കരിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.